ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. കല്യാണം കഴിച്ച പെണ്ണിനെയും കൊണ്ട് വല്ലോടെ വീട്ടിൽ കയറി ഇങ്ങനെ താമസിക്കാൻ അവനെ പോലെ കുടുംബത്തിൽ പറക്കാത്ത വൃത്തികെട്ടവർക്കേ പറ്റൂ. അല്പമെങ്കിലും ആത്മാഭിമാനം തോന്നണമെങ്കിൽ തന്തയ്ക്ക് പറക്കണം. അവനെ ജനിപ്പിച്ച അച്ഛൻ ആരാണെന്ന് പോലും അറിയില്ലല്ലോ. അച്ഛൻ ആരാണെന്നോ അച്ഛന്റെ പേരെന്താണെന്നോ പോലും അറിയാത്ത ഇവനൊക്കെ. നിർത്ത്. നീ എന്താ മോനെ ഇങ്ങനെയൊക്കെ പറയുന്നത്? നീ എന്തിനാ കിരണിന്റെ അമ്മയെ പറ്റി മോശമായിട്ട് സംസാരിച്ച? ഈ രീതികളൊക്കെ നീ എവിടുന്നാ പഠിച്ചേ? അതല്ലേ ഒരു ദേഷ്യം വന്നത്? അവന്റെ അമ്മയെ പറ്റി പറഞ്ഞപ്പോ അവന് ദേഷ്യം വന്നത് പോട്ടെ, നിങ്ങൾക്ക് എന്തിനാ അതിന് പൊള്ളുന്നേ? ഇവൻ പറഞ്ഞാൽ എന്താ തെറ്റ്? ഇവന്റെ മുന്നിൽ വെച്ച് വഴിയെ പോകുന്നൊരുത്തൻ നിങ്ങളെ അച്ഛന്ന് വിളിച്ചാ ഇവനത് കേട്ടോണ്ട് നിൽക്കണോ? എന്ത് പറഞ്ഞാലും ഒരാളുടെ അമ്മയെ മോശമായിട്ട് പറയുന്നത് തെറ്റ് തന്നെയാണ്. നിങ്ങൾ അങ്ങനെ ന്യായീകരിക്കൊന്നും വേണ്ട. ഒന്ന് നിർത്തോ നിങ്ങള്. ചെറിയച്ഛനിപ്പോ വയ്യാതെ വന്നതേ ഉള്ളൂ. ഇനിയും ടെൻഷൻ കൊടുക്കാതെ വെറുതെ ഒന്ന് ഇരിക്കാൻ പറ്റുമോ? ചെറിയച്ഛനൊന്ന് റെസ്റ്റ് എടുത്തോട്ടെ. ചെറിയച്ഛ കുഴപ്പമില്ല മോളെ. അതൊക്കെ കിടക്ക്. ദുർഗ, എന്താ നിന്റെ ഒക്കെ ഉദ്ദേശം? എന്തിനാ രണ്ടുപേരും കൂടി ഇങ്ങോട്ട് വന്നത്? ചോദിച്ചു കേട്ടില്ലേ? വഴിയെ പോകുന്നവർക്കെല്ലാം കയറി താമസിക്കാൻ ഇത് വഴിയമ്പലം ഒന്നല്ല. എനിക്കറിയാൻ പാടില്ലായിട്ട് ചോദിക്കാം. നിന്റെ അനിയത്തിയില്ല അഷിത? നിങ്ങൾ ഇവിടെ ഇങ്ങനെ ശല്യം ഉണ്ടാക്കിയ അത് അഷിതയുടെ ലൈഫിനെ ബാധിക്കുമെന്ന് നിങ്ങൾക്ക് അറിയില്ലേ? അതെങ്ങനെയാ? ആ നാണവും മാനവും ഇല്ലാത്തവന്റെ കൂടെ കൂടിയാ ഇങ്ങനെയൊക്കെയല്ലേ പെരുമാറാൻ പറ്റൂ? കല്യാണം കഴിച്ച പെണ്ണിനെയും കൊണ്ട് വല്ലോടെ വീട്ടിൽ കയറി ഇങ്ങനെ താമസിക്കാൻ അവനെ പോലെ കുടുംബത്തിൽ പറക്കാത്ത വൃത്തികെട്ടവർക്കേ പറ്റൂ. അല്പമെങ്കിലും ആത്മാഭിമാനം തോന്നണമെങ്കിൽ തന്തയ്ക്ക് പറക്കണം. അവനെ ജനിപ്പിച്ച അച്ഛൻ ആരാണെന്ന് പോലും അറിയില്ലല്ലോ. എടി, ഇനി ഒരു വാക്ക് കൂടി എന്റെ ഭർത്താവിനെ കുറിച്ച് മോശമായിട്ട് നീ പറഞ്ഞോ, ഈ ദുർഗ ആരാണെന്ന് നീ അറിയും. നീ എന്താ വിചാരിച്ചേ? നീ എന്ത് വൃത്തികേട് വിളിച്ച് പറഞ്ഞാലും ഞാനിതെല്ലാം മിണ്ടാതെ കേട്ടോണ്ട് നിൽക്കുമെന്നോർത്തോ നീ? ഈ ദുർഗ എന്താണെന്ന് നിനക്കറിയാവുന്നതല്ലേ? അതുകൊണ്ട് സൂക്ഷിച്ച് സംസാരിക്കണം. ഇപ്പൊ കിട്ടിയത് നമ്മൾ മാത്രം അറിഞ്ഞാ മതി. അല്ലെങ്കിൽ അതിന്റെ നാണക്കേട് നിനക്ക് തന്നെയാ. ഒരു പെണ്ണിന്റെ കയ്യിൽ നിന്ന് അടി വാങ്ങി നഷിത അറിഞ്ഞ നിനക്ക് പിന്നെ അവളുടെ മുന്നിൽ തലയുയർത്തിപ്പിടിച്ച് നിൽക്കാൻ പറ്റില്ല. എന്താ പൃഥ്വി, എന്താ ഒരു ശബ്ദം കേട്ടെ? അതോ, അതേ ഈ പാത്രം എടുത്തപ്പോ അതിന്റെ അടപ്പ് താഴെ പോയതാ, അതിന്റെ ശബ്ദം കേട്ടതാ. എന്താ പൃഥ്വി? പൃഥ്വിയുടെ മുഖം എന്താ വല്ലാതിരിക്കുന്നേ? ഒന്നുമില്ല. അല്ല, എന്തോ ഉണ്ട്. ഞങ്ങള് വന്നപ്പോ നിങ്ങൾ രണ്ടുപേരും എന്തോ സംസാരിക്കുന്നുണ്ടായിരുന്നല്ലോ, എന്താ അത്? ഓ അതോ, പൃഥ്വിക്ക് കൊടമ്പുള്ളി ഇട്ട് വെക്കുന്ന നല്ല എരിവുള്ള മീൻകറി വേണോന്ന്. അത് വെച്ചു കൊടുക്കാവോന്ന് എന്നോട് ചോദിക്കുകയായിരുന്നു, അല്ലേ പൃഥ്വി? എരിവ് അധികമായാൽ ആരോഗ്യത്തിന് നല്ലതല്ലെന്ന് ഞാൻ പറഞ്ഞു.
അത് പൃഥ്വിക്ക് ഇഷ്ടായില്ലാന്ന് തോന്നുന്നു. അതാ പിണങ്ങിപ്പോയത്. ആ പൃഥ്വിക്ക് നിർബന്ധമാണെങ്കിൽ മീൻകറി ഞാൻ ഉണ്ടാക്കി കൊടുക്കാൻ ആന്റി. വേണ്ട, അവന് വേണ്ടത് ചെയ്തു കൊടുക്കാൻ ഞാനിവിടെ ഉണ്ട്. നീയേ നിന്റെ കാര്യം നോക്ക്. എന്താ ഒരു കള്ളച്ചിരി? ഏയ് ഒന്നുമില്ല. പറ കിരൺ, എന്തിനാ ചിരിക്കുന്നേ? അല്ല, പൃഥ്വിയുടെ കാരണക്കുറ്റിക്ക് ഒരെണ്ണം കൊടുത്ത ലക്ഷണം ഉണ്ടല്ലോ. അത് കിരൺ എങ്ങനെ മനസ്സിലായി? കുറെ വർഷമായി ഞാൻ തന്നെ കാണുന്നു. താൻ ഏത് സമയം എങ്ങനെ പ്രതികരിക്കുമെന്ന് എനിക്ക് ഊഹിക്കാം. ഓ, അത്രയ്ക്കൊക്കെ എന്നെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ? പിന്നെ താൻ എന്താ എന്നെ പറ്റി കരുതിയേ? അതൊക്കെ പോട്ടെ, എന്തിനാ പൃഥ്വിയെ തല്ലിയേ? അതെന്താ, എനിക്ക് കിരണിന്റെ അനുജനെ തല്ലാൻ പാടില്ലേ? ദുർഗേ, വേണ്ട, കളിയാക്കണ്ട. ശരി ശരി, പോട്ടെ. ഞാനിപ്പോ എന്തിനാ പൃഥ്വിയെ അടിച്ചേന്നല്ലേ അറിയണ്ടേ? എന്റെ ഭർത്താവിനെ പറ്റി എന്നോട് വന്ന് കുറ്റം പറഞ്ഞാ ഞാൻ അത് ക്ഷമിക്കണോ? ഇപ്പോ ദുർഗ എന്താ പറഞ്ഞേ? എന്റെ ഭർത്താവിനെ പറ്റി മോശം പറഞ്ഞതിനാ ഞാൻ തല്ലിയതെന്ന്. എന്താ കുഴപ്പമുണ്ടോ? അപ്പോ എന്നെ മോശം പറഞ്ഞാ തനിക്ക് ദേഷ്യം വരുമല്ലേ? അതിലെന്താ തെറ്റ്? എന്നെ ആരെങ്കിലും മോശം പറഞ്ഞാ കിരണിനും ദേഷ്യം വരില്ലേ? ഉറപ്പായും വരും. അതുപോലെ തന്നെ എനിക്ക് പൃഥ്വി കിരണിനെ മോശമായിട്ട് പറഞ്ഞപ്പോ എനിക്ക് ദേഷ്യം വന്നു. ഞാൻ അടിച്ചു, അത്രേ ഉള്ളൂ. ജെഡി, ബീച്ച് സൈഡിലെ റിസോർട്ടില് കഴിഞ്ഞ ദിവസം ഒരു മർഡർ നടന്നിട്ടുണ്ട്. മാർട്ടിൻ എന്നാണ് മരിച്ച ആളുടെ പേര്. ലോക്കൽ പോലീസ് കേസ് അന്വേഷിക്കുന്നുണ്ട്. പക്ഷേ അത് പോരാ. അവിടെ നടന്നത് എന്താണെന്നും എങ്ങനെയാണ് മരണം സംഭവിച്ചതെന്നും യഥാർത്ഥ കുറ്റവാളി ആരാണെന്നും നമുക്കറിയണം. ഓക്കെ, ഞാൻ എന്തൊക്കെയാ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ മതി. ലോക്കൽ പോലീസിന്റെ കയ്യിലുള്ള മുഴുവൻ വിവരങ്ങളും നമുക്ക് കിട്ടണം. അതെല്ലാം കളക്ട് ചെയ്യണം. പിന്നെ ഇൻക്വസ്റ്റ് സമയത്ത് എടുത്ത ഫോട്ടോസ്, കിട്ടാവുന്ന CCTV ഫുട്ടേജ്, പിന്നെ ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് കിട്ടണം. ഓക്കെ, നമ്മുടെ ഫുൾ ടീം ഡെഡിക്കേറ്റഡ് ആയി ഈ കേസിന്റെ പിന്നാലെ ഉണ്ടാവണം. നമുക്ക് എത്രയും പെട്ടെന്ന് ഇത് സോൾവ് ചെയ്യണം. ഞാൻ എല്ലാവരെയും വിളിച്ച് ബ്രീഫ് ചെയ്യാം. ഓക്കെ, ഞാൻ അഖിലിനെ വിളിച്ചോളാം. അതുവരെ ഞാൻ പറഞ്ഞതെല്ലാം റെഡിയാക്കിക്കോളൂ. ഓക്കെ ജെഡി. നിങ്ങൾ എന്തായി പറഞ്ഞു വരുന്നത്? പൃഥ്വിയെ കുറിച്ച് പോലീസ് അന്വേഷിക്കുന്നുണ്ടെന്നോ? അതെ മാഡം, ഇന്റലിജൻസിൽ നിന്ന് വിവരം കിട്ടിയിട്ട് അണ്ടർ കവർ ടീം ലോക്കൽ പോലീസിനോട് പൃഥ്വിയെക്കുറിച്ച് അന്വേഷിച്ച് റിപ്പോർട്ട് കൊടുക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്.